ഞങ്ങൾക്ക് വെള്ളം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, പാകിസ്ഥാന്റെ ഭീഷണിയാണ്. വല്ലത് നടക്കുമോ? നമ്മൾ തിരിച്ചടിക്കും. ഈ പാകിസ്ഥാൻ എന്ന് വെച്ചാൽ രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾ ഇത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമായി കരുതല്ലേ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ രാജ്യം ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരും പടിഞ്ഞാറൻ ശക്തികളും 47 ഒരു ഗത്യന്തരല്ലാതെ അവിടെ നിന്ന് ഓടിപ്പോയല്ലോ. ഗത്യന്തരല്ലാതെ ഓടിപ്പോയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോറ്റോട് കൂടിയിട്ട് പൈസ ഇല്ലാതായി. ഇന്ത്യൻ അടിച്ചാൽ മൊത്തം ഇന്ത്യൻ പട്ടാളക്കാർക്ക് പൈസ കൊടുക്കാനില്ലാതെ ആയതുകൊണ്ട് പട്ടാളക്കാർ ഗാന്ധിജീനെ കൂടെ ചേരുമെന്ന് തോന്നിയപ്പോൾ നേവൽ മ്യൂട്ടിനിയാണ്. അതുകൊണ്ടാണ് അവന്മാർ ഓടിപ്പോയത്. ഓടിപ്പോകുന്നതിന് അവന്മാർ ചെയ്തു വെച്ചൊരു കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങളെടുത്തു. ഈ നാറ്റീവ് സ്റ്റേറ്റ്സിന് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇന്ത്യയുടെ കൂടെ നിൽക്കാം, പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാം, ഒറ്റയ്ക്ക് നിൽക്കാം. അതിൽ ചില നാറ്റീവ് സ്റ്റേറ്റ്സ്, അത് തെലങ്കാന, പിന്നെ ഭോപ്പാൽ ആൻഡ് ട്രാവൻകൂർ, കാശ്മീർ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ തീരുമാനിച്ചു. അതിൽ ഇത് എല്ലാ സ്ഥലത്തും ട്രാവൻകൂറിനെ കൊണ്ട് അവർ SSCP കൊണ്ട് അങ്ങനെ തീരുമാനിപ്പിച്ചത്. ഇവിടെ തോവയുണ്ടായിരുന്നു. ഈ തോവയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് റോ മെറ്റീരിയലാണ്. അപ്പോൾ അത് അമേരിക്ക ടൈപ്പ് ഉണ്ടാക്കി അമേരിക്ക കിട്ടും, അല്ല ഇന്ത്യക്ക് കിട്ടാതാക്കാന്നുള്ള ഉദ്ദേശം. പക്ഷേ അത് ജനകീയ പ്രശ്നം വന്നതോട് കൂടിയിട്ട് അത് തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പം വേറെ എവിടെയും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായി. തെലങ്കാനയുള്ള മാവോയിസ്റ്റ് പ്രോബ്ലമേ ഉള്ളൂ, ബാക്കിയെല്ലാം സോൾവ് ചെയ്തു. പക്ഷേ കാശ്മീർ പ്രശ്നം ഇപ്പം അങ്ങനെ നിൽക്കുകയാണ്. അവരെ തന്നത്തെ ഡിസൈനാണ് ഈ നാട്, ഈ പ്രദേശം ഒരിക്കലും പുരോഗമിക്കരുത്. പാകിസ്ഥാൻ, ഇന്ത്യൻ പാകിസ്ഥാൻ രണ്ടാക്കി, എന്നിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വെച്ചു. ഈ നാട് ഒരിക്കലും പുരോഗമിക്കരുത്. ഇവർ പരസ്പരം അടിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ ഇല്ലാതാവണം. അപ്പോൾ ആഫ്രിക്ക തന്നെ ഒരു ബർക്കിനോ ഫാസോയിലെ ലീഡറുണ്ട്. ആഫ്രിക്കയിൽ അധികം കോളനി ഫ്രാൻസിനായില്ലേ, അയാളുടെ പേര് എന്തൊരു അബ്രഹാം സംതിങ്. അയാളെന്നാൾ പോലെ ഫ്രഞ്ചുകാർ വിഷം കൊടുത്ത ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. അയാൾ ഈ മോഡീനെ പോലെയാണ്. അയാൾ നേരിട്ട് മോഡീൻ്റെ പ്രശ്നം വലിയൊരു രാജ്യം ആയതുകൊണ്ട് ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ ചെറിയ രാജ്യമാണ്, ക്യാപ്റ്റനെ മറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയാൾ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അവിടെ. അപ്പം രാജ്യത്തിൻ്റെ കടക്ക് ഇയാൾ ഒറ്റയ്ക്ക് വീട്ടി, രാജ്യം തന്നെ വീട്ടി, ഇവിടെ നിന്ന് കടമെടുക്കാതായിരുന്നു. അപ്പം ഇവന്മാർ ആ ഡിസൈൻ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് ഈ നാട് പുരോഗമിക്കരുത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞങ്ങൾ മുമ്പ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അമേരിക്കയ്ക്ക് വേണ്ടിയേ ചെയ്തത്. സത്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദത്തെ മാത്രമേ അമേരിക്ക ഫണ്ട് ചെയ്യുക. അതല്ല, കാശ്മീരിലെ തീവ്രവാദത്തെ അമേരിക്ക ഫണ്ട് ചെയ്യുന്നുണ്ട്. അവന്മാർ വഴിയാണ് അവർക്ക് ഇവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കണം. അത് 2-3 കാര്യങ്ങളുണ്ട്. ചൈനേൻ്റെ അടുത്താണ് ഇന്ത്യനെ ഇൻസ്റ്റേബിൾ ആക്കാം. അപ്പോൾ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കാശ്മീരിൽ ഉൾപ്പെടെ അമേരിക്കയുടെ ഫണ്ടിങ് അല്ല, അവർ പറഞ്ഞില്ല, പക്ഷെ ഉണ്ടാവും. അല്ല, നമ്മൾ ഈ ചിരിച്ചു കാണിക്കുന്ന നല്ല സാഹിബിൻ്റെ പൊളിറ്റിക്സ് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ചില പ്രത്യേക പ്രദേശത്തെ രാഷ്ട്രീയക്കാരെ പോലെ ചിരിച്ച് തോളിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചു പോകും. അപ്പോൾ നമുക്ക് അടുത്ത പാര വെക്കും. അതുപോലെ അതാണ് സാഹിബിൻ്റെ സ്വഭാവം. ഇതാണ് അവർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാകിസ്ഥാനാണല്ലോ കാശ്മീർ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. ഇതിന് ഫണ്ട് എവിടെ നിന്നാണ് വന്ന്? പാകിസ്ഥാൻ ഇതിന് ഫണ്ടുണ്ടോ? അപ്പോൾ സൗദി അറേബ്യക്ക് ഇവിടെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സൗദി അറേബ്യക്ക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കേണ്ടത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അമേരിക്കക്കാണ് ആവശ്യം. കാരണം ഈ ഏരിയ ഒന്നും പുരോഗമിക്കരുത്. എന്നിട്ട് അവർക്ക് വേറെ പല അജണ്ടയുണ്ട്. ഞാൻ മതം പറഞ്ഞ് ആംഗിളിലേക്ക് ഇരിക്കുന്നില്ല. അതൊരു അജണ്ടയാണ്. അതിലുപരിയായിട്ട് അവർക്ക് അവരുടെ ഒരു മേധാവിത്വം നിലനിർത്തണം. ഇന്ത്യ ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യ രക്ഷപ്പെടും. സ്വന്തമായ വിഭവങ്ങളുണ്ട്, ഗംഭീര സയൻറ്റിസ്റ്റുകളുണ്ട്, സ്വന്തമായിട്ട് മാർഷൽ ട്രൈബ്സ് ഉണ്ട്, നല്ല പട്ടാളക്കാരുണ്ട്, വലിയൊരു പൈതൃകമുണ്ട്. അപ്പോൾ ഇന്ത്യ രക്ഷപ്പെടും. അതവർക്ക് സഹിക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻകാർ തന്നെ ഇന്ത്യ നന്നായി ഞങ്ങളിങ്ങനെ ആയിപ്പോയി, അതിങ്ങനെ സ്വയം പഴിക്കുന്നൊരു സമയമാണ്. ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ ആയി വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് നിലപാടുകൾ എടുത്തു. അമേരിക്കയുടെ സോവിയറ്റ് റഷ്യയുടെ കയ്യിലെ പാവകളായി നമ്മൾ നിന്നില്ല. നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവരെ ഉപയോഗിച്ചു. പാകിസ്ഥാൻ്റെ പ്രശ്നം വെച്ചാൽ ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടുകാരൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നല്ല വീടും ഫോക്സ് വാഗൻ്റെ കാറും മേടിച്ച് കണ്ടിട്ട് അടുത്ത വീട്ടിലുള്ള ആൾ ഉള്ള ഭൂമിയും ബാങ്കിൽ വെച്ചിട്ട് വലിയ വീടുണ്ടാക്കി ഫോക്സ് വാഗൻ്റെ കാറും മേടിച്ച് 4 വർഷം കഴിഞ്ഞിട്ട് ഈ വീടും കാറും എല്ലാം കൂടി ബാങ്ക് എടുത്തുകൊണ്ടുവന്ന അവസ്ഥ ഉണ്ടല്ലോ. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഇന്ത്യനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ അമേരിക്കൻ്റെ കയ്യിലെ ഒരു എന്താണ് പറയുക, ഉപകരണമായി മാറി. തീവ്രവാദികളുടെ വിവാദത്തെ അവർ ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇന്ത്യയായിട്ട് അനാവശ്യമായ യുദ്ധങ്ങൾ ഉണ്ടാക്കി അവരുടെ സമ്പത്ത് ആ രീതിയിൽ ഡ്രെയിൻ ചെയ്യപ്പെട്ടു. അതിൻ്റെ ഇരകളായി അവർ മാറി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവർ ഈ കളി കളിച്ചത്. മാത്രമല്ല പാകിസ്ഥാൻ അണുബോംബ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ അവർക്ക് തടയാമായിരുന്നു. യൂറോപ്യൻ ശക്തി അവർ തടഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ അണുബോംബ് ഉണ്ടാക്കുന്ന അവർ തടയാൻ മാതവണയൊക്കെ നോക്കിയതാണ്. നമ്മുടെ അന്ന് ഹോമി ബാബേനൊക്കെ കൊന്നു കളഞ്ഞു. എന്നുവെച്ചാൽ മറ്റേ അവരുടെ
സയൻറ്റിസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പേര് എത്തി ഹോമി ബാബ വിക്രം സാരാഭായി പേരൊക്കെ എനിക്ക് എത്തിപ്പോകും. ഏതായാലും പിന്നെ ആൽപ്സ് പർവ്വതത്തിൻ്റെ നിരയിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യിപ്പിച്ചിട്ട് കൊന്ന നമ്മളെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അദ്ദേഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഓരോരുത്തന്മാരെ ചൂണ്ടിക്കൊണ്ട് വരണ്ട, ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർ പാകിസ്ഥാൻ അണുവായുധം ഉണ്ടാക്കുന്ന അവർ തടയാൻ നിന്നിട്ടില്ല കാര്യമായിട്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ കയ്യിലുണ്ട്, പാകിസ്ഥാനായി നിന്നോട്ടെ, പരസ്പരം അടിച്ച് തീരട്ടെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയും ഈ ദുര്യോഗത്തിൽ ഈ കാലത്ത് ഇന്ത്യയിലേക്ക് ഒരു ആണവായുധം പ്രയോഗിക്കാനുള്ള ധൈര്യം പാകിസ്ഥാനുണ്ട്. അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അവർക്കൊന്നും നഷ്ടപ്പെടാൻ രാജ്യം ഫെയിൽഡ് നാഷനാണ്, അടുത്ത 4 കഷ്ണമായി പോകുന്ന അവസ്ഥയാണ്. അതാണ് ഇസ്ലാമിനെ പറ്റി ഇസ്ലാമിന് വേണ്ടി ഉണ്ടാക്കിയ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട്, ഇസ്ലാമിൻ്റെ പേര് പറയും. ഇന്ത്യയും ഹിന്ദുക്കളും മുസ്ലിം 2 നാഷൻസ് ആണെന്ന് പറയുന്നു. ഈ പഴയ കാര്യങ്ങളൊക്കെ ഇൻവോക്ക് ചെയ്തു. എടാ നിങ്ങൾ 2 നാഷൻ ആയിരിക്കും, എന്നാൽ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ബലൂചിസ്ഥാനുകളെയും പുസ്തൂണുകളെയും എല്ലാം ഒരുമിച്ച് ഒരു രാജ്യമായിക്കൊണ്ട് അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, പിന്നെ എന്ത് കുന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? യു പിയിലെ കുറേ തീവ്രവാദികളും വർഗീയവാദികളാണ് ഈ പാകിസ്ഥാൻ വാദം കൊണ്ടുവന്നത്. അതിനെ കൂടെ ജിന്നയൊക്കെ പിന്നെ ചേർന്നതാണ്. നോർത്ത് വെസ്റ്റേൺ പോണ്ടിയ പ്രോവിൻസ് ഇതിൻ്റെ ഭാഗമായത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നെ അവസാനം അന്നത്തെ ഒരു ഹാറി ബറിയിൽ അതിൻ്റെ ഭാഗമായിപ്പോയതാണ്. അവിടെ എളുപ്പം പ്രശ്നമുള്ളത് ബലൂചിസ്ഥാനിൽ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടിയില്ല, അവർ തകരും. ഇപ്പോൾ കേരളം വെള്ളം കൊടുത്തത് തമിഴ്നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തമിഴ്നാട് ധർമ്മപുരി ജില്ലയിൽ ഒന്നും കൃഷി നടക്കുകയില്ല. അതേപോലെയാണ്, അവർ തകർന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? അവർ ജനങ്ങളുടെ രോഷം അവരേതാ നശിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ രോഷമുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ വിഷയമായിരിക്കും. അമേരിക്ക അയച്ചോ എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയിലൊക്കെ അവർ അയച്ചു വിചാരിച്ചോ? അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം കൊച്ചിയാണ്. കൊച്ചിയിൽ അവരിട്ടത് മറ്റേ നമ്മൾ നടത്തി പണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഏതോ ഡിസ്കഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലാവും മറ്റൊരു സാഹിബ് വന്നിട്ട് പിന്നെ കടൽ ഗവേഷണം നടത്തി പോയിരുന്നു. അത് കറാച്ചിന്ന് ഏറ്റവും സുഖമായിട്ട് മിസൈൽ അയക്കാൻ പറ്റിയ സ്ഥലമാണ്. മിസൈലല്ല, സമ്മതൈസ് അയക്കാൻ പറ്റിയ സ്ഥലമാണ് കൊച്ചി. പാകിസ്ഥാൻ്റെ കറാച്ചി തുറമുഖത്ത് അവരുടെ പ്രധാനപ്പെട്ട നേവൽ ബേസ് അവിടെയാണ് കൊച്ചി നമ്മളെ പ്രധാനപ്പെട്ട നേവൽ ബേസുമാണ്. അപ്പം അവന്മാർ ഇങ്ങോട്ട് അയച്ച 3 ബോംബെ കൊച്ചി അങ്ങനെ കടൽത്തീരത്ത് കുറേ നഗരങ്ങൾ അവർക്ക് ടാർഗറ്റ് ചെയ്യാനും പറ്റും. എല്ലാ നമുക്ക് തടയാനും പറ്റില്ല. എല്ലാം ഒരു 10 എണ്ണം അയക്കുന്നതിൽ 8 എണ്ണം ഫേക്കും 2 എണ്ണം ഒറിജിനലായത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ തടയും. പക്ഷെ തിരിച്ച് നമ്മൾ അടച്ചതിന് പാകിസ്ഥാൻ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് 20-30 കോടി ജനങ്ങൾ ഇവിടെ ഇല്ലാതാവും. 50 വർഷം നമ്മുടെ രാജ്യം പിന്നോട്ട് പോകും. പിന്നെ മുന്നോട്ട് വരുന്ന അത്ര എളുപ്പമൊന്നായിരിക്കും. ഇവന്മാർ ഉപരോധങ്ങളൊക്കെ ആണവായുധം ഉപയോഗിച്ച് ഉപരോധങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ഇസ്രയേലും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇറാന്റെ വെല്ലുവിളിയുണ്ട് ഇതിന് സമാനമായ രീതിയിൽ. ഇറാന്റെ കയ്യിൽ സാധനം ഉണ്ടോയെന്ന് ഉറപ്പില്ല. പാകിസ്ഥാൻ കയ്യിൽ 19 എണ്ണം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പാകിസ്ഥാൻ കയ്യിൽ 19 എണ്ണം ഉണ്ട്. നിങ്ങൾ ഇല്ലാതെ വന്നിട്ട് കാര്യം. ഇപ്പോൾ ഏതാണ് ശരിയല്ല, ചില ഈ പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകൾ പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബില്ല. അവന്മാരുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടായിരുന്നത് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താ റിയാലിറ്റി ഇന്റർനാഷണൽ ജേർണലുകൾ മറ്റും നമ്മൾ അവരെ ന്യൂക്ലിയർ പവറാണ്. അതിൽ 60ഓളം ന്യൂക്ലിയർ. അങ്ങനെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ കാലത്തും ഇങ്ങനെ ഭീകരവാദികളുടെ അടിയും വാങ്ങി ഇന്ത്യ ജീവിക്കണമെന്നുണ്ടോ? എന്താണ് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് കരുതി ഇത്തരം ഭീകരവാദികളുടെ അടിയും വാങ്ങി ഇന്ത്യ തുടർച്ചയായി ഇങ്ങനെ ജീവിക്കണമെന്നുണ്ടോ? ഇന്ത്യ അടിവേണ്ടി കഴിച്ച് ജീവിക്കുക മാത്രമല്ല, ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ടല്ലേ. എവിടെയൊക്കെ തിരിച്ചടിക്കാതെ ഇന്ത്യ കിട്ടാവുന്ന രീതി ഇന്ത്യ അവർ കൊടുത്ത ഏറ്റവും വലിയ അവരെ ഒരു ഭീകര രാഷ്ട്രമായി അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി. അല്ല, അങ്ങനെ ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടെന്ന്. അല്ല, അത് അവർ പറയട്ടെ. നിന്നെ എന്നോട് ചോദിച്ചത് എന്താണ്? നീ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം എന്താണ്? അവർ പ്രയോഗിക്കും. അവർ നശിക്കുന്ന ഒരവസ്ഥ എത്തുമ്പോൾ അവർ പ്രയോഗിക്കും. അവരെ ഈ സാധനമുണ്ട്. അവർ ലോകം അംഗീകരിച്ച ന്യൂക്ലിയർ പവറാണ്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, നോർത്ത് കൊറിയൻ്റെ കയ്യിലുണ്ട്, അവരുടെ കയ്യിലുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. ഇല്ല എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അത് ഹിറ്റ്ലർ ജർമ്മൻകാരെ കൊണ്ട് വന്നതിൻ്റെ കാര്യമാണ്. ജർമ്മൻകാർ പിന്നെ ഇംഗ്ലണ്ടുകാരെ പറ്റി വിചാരിച്ചിരുന്ന മണ്ടന്മാരാണ്. ഇംഗ്ലണ്ടുകാർ ജർമ്മന്മാരെ പറ്റി അവർ ഡീമോൺസ് എന്നാണ്, രാക്ഷസന്മാരാണ്. അപ്പം മണ്ടന്മാരെ വിചാരിച്ച് യുദ്ധം ചെയ്തവർ ജർമ്മനി തോറ്റു, ഡീമൺസ് വിചാരിച്ച് യുദ്ധം ചെയ്തവർ ജയിച്ചു. ഈ അവസ്ഥ ഇന്ത്യക്ക് ഉണ്ട്. ഇന്ത്യക്ക് കുറേ ആളുകൾ വിചാരിക്കും അവരുടെ കയ്യിൽ ഈ സാധനമില്ല, അവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. നിങ്ങൾക്ക് ഇല്ല എന്നുള്ള എവിടെ ഉണ്ട് എന്നുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട്. ഇന്റർനാഷണൽ ജേർണലും അവരുടെ ഉപരോധങ്ങൾ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്താണ് നിന്റെ ചോദ്യം. അത് വിചാരിച്ച് നമ്മൾ അടികൊണ്ടിരിക്കണോ? നമ്മൾ അടികൊണ്ടിരിക്കുകയല്ലോ. നമ്മളെ ഏറ്റവും വലിയ വിജയം എന്താ? അവരെ നമ്മൾ ഇന്റർനാഷണലി എക്സ്പോസ് ചെയ്തു. അവരുടെ ഭീകര രാഷ്ട്രമായി നമ്മൾ എക്സ്പോസ് ചെയ്തു. അതിൻ്റെ ഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തത്. അതേപോലെ തന്നെ
ഈ പാർലമെന്റ് ആക്രമിച്ച സമയത്ത് നമ്മൾ അവന്മാരെ പോയി പേടിപ്പെടുത്തിയ പിന്നെ ഈ ആറ്റം ബോംബ് ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം അത് യുദ്ധത്തിലേക്ക് പോകാത്ത ആറ്റം ബോംബ് ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ട് ആറ്റം ബോംബ് ഉണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ അവരെ പോലെ അല്ല, നമുക്ക് നഷ്ടപ്പെടാനുണ്ട്. നിന്റെ വീട്ടിൽ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാളെ ബോംബ് പറയാൻ വരിക, നീ എന്താ ചെയ്യുക? ശരി ഇറന്നോടെ വന്നാന്ന് അമ്മേനെ എല്ലാവരും വീട്ടിനുള്ളിലാക്കിയിട്ട് ലോക്ക് ചെയ്തിരിക്കുമോ? നീ എന്താ ചെയ്യുക? നീ എങ്ങനെയെങ്കിലും ആ ബോംബ് അവിടെ പറ്റാതിരിക്കാനോ എങ്ങനെയെങ്കിലും തിരിച്ചു വിടാനോ നമുക്ക് ആണല്ലോ. അതാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുക. അല്ലാതെ നമ്മുടെ രാജ്യത്ത് ഒരു കോട്ടം വരാൻ പാടില്ല. കോട്ടം വന്നാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്താ? നമ്മുടെ രാജ്യം ഒരു 10-20 കോടി ആളുകൾ ആറ്റം ബോംബ് വീണ് ചാവും. പിന്നെ പാകിസ്ഥാനും ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യ എന്നുള്ള രാജ്യം ഒരുപാട് പിന്നോട്ട് പോകും. പിന്നെ ആണവായുധം ഉപയോഗിച്ചതിനെ പറയാൻ നമുക്ക് അന്താരാഷ്ട്ര രംഗത്ത് നമുക്ക് എന്ത് വരും? ഒരുപാട് ഉപരോധങ്ങൾ വരും. ഉപരോധങ്ങൾ വന്നാൽ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവർ രാജ്യത്തിനെതിരാവും. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള വിഘടന ബ്രേക്കിംഗ് ഇന്ത്യ, ഫോഴ്സ് ഇൻ ഇന്ത്യനെ സൗത്ത് ഇന്ത്യ, ഉത്തരേന്ത്യ, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ് പല കഷ്ണങ്ങളായി പൊട്ടിക്കാൻ പറ്റും. ഇതാണ് ഇതിനെല്ലാം ചരട് വലിക്കുന്ന നമ്മളുടെ അജണ്ട. ഇതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ ഭരണാധികാരികൾ ആ രീതിയിൽ നിലനിൽക്കുന്നത്. അത് ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നില്ല. മോഡി അത് തരില്ലല്ലോ. മോഡിക്ക് എന്താ അന്ന് ബലാക്കോട്ട് അപ്പുറത്ത് അറ്റാക്ക് ചെയ്തത്? മോഡി എന്താ അറ്റാക്ക് ചെയ്യാതിരുന്നത്? അത് കൂടിയ പ്രകോപനമായി പോകും. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നമുക്കെതിരാവും. പിന്നെ അവന്മാർ ഇവിടെ വന്നിട്ട് ഒരു മിസൈൽ അയച്ചല്ലോ, പിന്നെന്താ അമേരിക്ക അവന്മാർ തിരിച്ചു ചെയ്തു? അമേരിക്ക വന്നപ്പോൾ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെഷീൻസ് ഒന്നും സ്റ്റാർട്ടാവാത്ത അവസ്ഥ വരും എന്ന് അമേരിക്ക പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിമേടിച്ച് മിണ്ടാതിരിക്കുകയല്ല, അടിമേടിക്കുക. ഇപ്പം നിന്റെ വീട്ടിൽ ബോംബ് പറയാൻ പറഞ്ഞാൽ നീ എന്ത് ചെയ്ത്? ബോംബ് എന്തോന്ന് പറഞ്ഞിട്ട് നീ 2 ബോംബ് എടുത്ത് അങ്ങോട്ട് നീ എങ്ങനെയല്ലേ വീട്ടിലുള്ളവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും? എന്നിട്ടാണ് നീ അവരെ തല്ലാൻ പോകുക ആണല്ലോ. അതാ ചെയ്യുന്നത്. ആണവായുധം എന്ന ഭീഷണി അത് ആ ഭീഷണി തൽക്കാലം നമ്മൾ വയ്ക്കേണ്ടതുണ്ട്. കാരണം നിനക്കതിൻ്റെ സ്കെയിൽ അറിഞ്ഞുകൂടായിട്ട് നീ ഇന്ന് പോയിട്ട് നെറ്റിപ്പോൾ തപ്പി നോക്കി ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണപ്പോൾ അവസ്ഥ എന്തായിരുന്നു? ആ പ്രദേശത്തുള്ള 2 കിലോമീറ്റർ വിസിനിറ്റിയുള്ള ആളുകളെല്ലാം ഭസ്മമായിപ്പോയി. 3-4 കിലോമീറ്റർ വിസിനിറ്റിയിലുള്ള ആളുകളെല്ലാം തൊലി കത്തിപ്പോയി, ഇറച്ചി മാത്രം ബാക്കി. എന്നിട്ട് അവർ കടലിൽ ചാടിയപ്പോൾ എന്താ അവസ്ഥ? കടലിൽ ചാടിയ സമയത്ത് കടലും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹിരോഷിമ നാഗസാക്കി 40-50 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഈയേക്ക് പോലെ വിഷുവിന് പൊട്ടിക്കുന്ന പടക്കല്ല ഈ സാധനം. കണ്ണൂർ പാർട്ടിക്കാർ പൊട്ടിക്കുന്ന സാധനമല്ല. ഇതൊരു ഒരു പ്രദേശത്തിൻ്റെ അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ജൈവഘടന മാറ്റാൻ പറ്റുന്ന സാധനമാണ്. ഇത് ആരുടെ കയ്യിലുണ്ടോ അവനെ നമ്മൾ പേടിച്ചേ മതിയാവും. നമുക്ക് നമ്മളല്ല ഇപ്പം ഞാനും നീയൊക്കെ മനസ്സിലെന്താ നമ്മുടെ കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അത് നമ്മൾ ചെയ്യാവുന്ന നമുക്ക് പ്രശ്നമൊന്നുമല്ല, കൂടെ ഉള്ളവർക്ക് പറ്റുമ്പോഴാണ്. അതിനാണ് നമ്മളെ ഭരണാധികാരി നേരിടുന്നത്. ഇപ്പോൾ മോഡിക്കോ അല്ലെങ്കിൽ വാജ്പേയിക്കോ മൻമോഹൻ സിംഗിനോ മരിക്കുന്നതിന് പ്രശ്നം എനിക്കൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത ഇവർക്കുണ്ട്, ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ് ഇവർ. അതുകൊണ്ട് ആറ്റം ബോംബ് കൈയുള്ളവനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അവൻ ഭ്രാന്തനായിരിക്കും. ഭ്രാന്തനെ വിളിക്കുന്നത് നമ്മൾ ഭ്രാന്തനായാൽ ശരിയാവില്ല. അതാണ് നിന്റെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.